ഹായ് ഹലോ. അപ്പം നമ്മൾ രാവിലെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് തിരക്കായതിൻ്റെ പേരിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, സ്കൂൾ ട്രിപ്പിലെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചൊവ്വരയിലെ സ്കൂൾ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിൽക്കേണ്ട ഇന്ന് അസംബ്ലി ഉണ്ട്. ഇന്ന് അസംബ്ലി ഉള്ളതിൻ്റെ പേരിൽ ഇതേ അവർ ടീച്ചേഴ്സൊക്കെ അവരെ അസംബ്ലിക്ക് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ചൊവ്വര സ്കൂളിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഇതേ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ? തെനാപ്പി നൗഫിയാണ്. പുള്ളക്ക് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സ്കൂളിൽ മിഠായി കൊടുക്കണമല്ലോ ഫർഹാനിക്ക്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അവൾ മിഠായി കൊടുക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് പോകുന്നതാണ്. അപ്പേ എന്താ പുള്ള സ്കൂളിൽ പോഞ്ഞ ഒരാളെ കാലത്ത് തന്നെ രാവിലെ എങ്ങാണ്ട് 6 മണിക്കായിട്ട് എണിച്ചേക്കണതാണ്. എന്നിട്ട് വണ്ടിയിൽ കയറി എന്നിട്ട് ഉറങ്ങി. ഇപ്പോഴത്തെ സ്കൂളെത്തിയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാണ്ട് വന്നിരിക്കുക. എന്നെ കെട്ടിപ്പിടിച്ച് അടുത്തൊന്നിരിക്കുകയാണ്, പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് പോവില്ലേ? ഇന്ന് പോവാ നാളെ പോവോ? നാളെ. അപ്പം എന്ത് ഇന്ന് പോവാത്ത? സ്കൂള് പൂട്ടിയാ? പൂട്ടുവോ? ഇന്ന് സ്കൂള് തുറന്നിട്ടല്ലേ ഉള്ളൂ. 5 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ തുറന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ പൂട്ടണ എപ്പോഴാ? സബ്ജക്റ്റ് നാളെ സ്കൂൾ തുറക്കുള്ളൂ. അത് ശരി, പിള്ളേർക്ക് നാളെ സ്കൂൾ തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വീട്ടിൽ നിന്നിട്ട് യൂബറോടാ എന്താവുന്നുള്ളത് അറിയില്ല, നോക്കാം. ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടത് ചൊവ്വര. എത്രയോ വർഷം ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നതാ. പക്ഷേ ഒരു ഓർമ്മകൾ പോലും ഈ സ്കൂളിലില്ല നിലവിൽ. ആകെ നിൽക്കണത് ഇപ്പോൾ ആ ഒരു മരമുണ്ട്, ആ നിൽക്കണ ഒരു മരം, ബാക്കി ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോഴതായിരുന്നു ഈ സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ് ഞങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പണിതാണ്, 2000-ൽ പണിതാണ്. പിന്നെന്ന് പറഞ്ഞാൽ വേറെ ഒറ്റ ഓർമ്മകളും സ്കൂളിലില്ല. ബാക്കിയെല്ലാം പുതിയ ബിൽഡിങ്ങുകളായി, കാര്യങ്ങളായി, എല്ലാം അങ്ങനെയായി മാറി. അപ്പോൾ സ്കൂളിൽ നമ്മളിപ്പോൾ 6-7 വർഷമായിട്ടിപ്പോൾ നമ്മൾ സ്കൂളിൽ എല്ലാ ദിവസവും രാവിലെയും വരും വൈകിട്ടും വരും. കാരണം നമുക്ക് ഇവിടെ തന്നെയുള്ള ഇവിടുന്ന് സ്കൂൾ ട്രിപ്പ് ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ എല്ലാ ദിവസവും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പിള്ളേരെ കാണുമ്പോഴും അവർ വന്ന് ബാഗ് തൂക്കി വരുമ്പോഴും നമ്മുടെ പഴയ കാലത്തെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഓടി വരും. അതൊരു സുഖം തന്നെ. അപ്പോൾ ഞങ്ങൾ ക്രസൻറ്റ് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രസൻറ്റിൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. ഞാനും നൗഫിയുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ പിള്ളേരെ നോക്കാനായിട്ട് നൗഫി ഉണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ ക്രസൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ വണ്ടികളൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അകത്ത് കയറി നമ്മുടെ മക്കളെ എടുക്കാനായിട്ട്. പിന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ആലുവക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേ വീട്ടിൽ നിന്ന് നമ്മൾ ഇട്ടപ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചായിരുന്നു. റാപ്പിഡോയിൽ അടിച്ച ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിലോട്ടായിരുന്നു. ആ മെട്രോ സ്റ്റേഷനിൽ കൊണ്ട് ആ കസ്റ്റമർ ഇറക്കുമ്പോൾ തന്നെ യൂബറിൽ നിന്ന് നേരെ എറണാകുളം കലൂർക്ക് ഒരു ട്രിപ്പ് അടിച്ച്. അങ്ങനെ ആ ട്രിപ്പ് എടുത്തിട്ട് നേരെ കലൂർ കൊണ്ടുപോയി ആക്കും. കലൂർ പോകുമ്പോൾ അറിയുമ്പോൾ അറിയാമല്ലോ, കളമശ്ശേരിയിലെ ട്രാഫിക് ഭയങ്കര പ്രശ്നമാണ്. അവിടെ നിന്ന് ഒരു കണക്കിന് അവിടെ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ 12 മണിയായി. 12 മണി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോരാന്ന് ഓർത്തപ്പോഴത്തേക്കും നേരെ വാഴക്കാലൊക്കെ അവിടെ നിന്ന് ട്രിപ്പ് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അടിച്ച്. സ്റ്റേഡിയത്തിൽ എന്തോ പരിപാടികളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അടിച്ച് വാഴക്കാലൊക്കെ ആ മേഡത്തിനെ കൊണ്ടുപോയി വാഴക്കാലാക്കി. അവിടെ നിന്ന് നേരെ ആലുവ ലൊക്കേഷൻ ഇട്ട് സീപോർട്ട് എയർപോർട്ട് വഴി നേരെ നമ്മൾ നമ്മുടെ നാട്ടിൽ പിടിച്ച്. അവിടെ വന്നപ്പോഴത്തേക്കും 1:30 ആയി. പിന്നെ ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് നേരെ ചൊവ്വര സ്കൂളിൽ പോയി ചെറിയ പിള്ളേരെ കൊണ്ടുപോയി ആക്കി. ഇനിയിപ്പോൾ ക്രസൻറ്റ് എടുത്തിട്ട് അത് കൊണ്ടുപോയാക്കിയിട്ട് വേണം വലിയ കുട്ടികളുടെ ട്രിപ്പ് ചൊവ്വരക്ക് പോകാനായിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത്. അതുകൊണ്ട് പോണ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ CNG അടിക്കേണ്ട CNG ആണ്. നമ്മളെത്ര ബില്ലാവുമ്പോൾ നമ്മൾ 500 പറഞ്ഞു, 500 വെള്ളം വരും. അപ്പോൾ 500 ബില്ല് കയറി. അപ്പോൾ 495 നിന്നിട്ടുണ്ട്. ഇനി ഓടി തുടങ്ങാം. അപ്പോൾ ഇന്ന് ഓട്ടോ കഴിഞ്ഞത് വീട്ടിലോട്ട് വന്ന് കയറിയിട്ടാ. കാരണം വെച്ചാൽ ഇന്നത്തെ ഓട്ടത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഗുഡ് നൈറ്റ്.